ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. മനോഭാരത്താൽ അലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ, എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ, എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ചേർന്ന് പാടാം. ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലാതിൽ തണലും അവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. കൊടും വെയിലാതിൽ തണലും അവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ആരെല്ലാം നമ്മെ മറന്നാലും, ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നമ്മളെ കൈവിട്ടാലും, നമ്മളെ കൈവിടാത്തവൻ, നമ്മളെ മറക്കാത്തവൻ, ആ നമ്മുടെ യേശു കർത്താവ് വിശ്വസ്തനായി ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. ഓ പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷം എല്ലാവരും മധുരങ്ങളെ തുറന്ന്, വായുകളെ തുറന്ന് കർത്താവിനോട് സംസാരിച്ചാട്ടെ. ഈ മണിക്കൂറിൽ ആരും മൗനമായിരിക്കാതെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവേ, സമാധാനത്തിന്റെ പ്രഭുവേ, ആധിപത്യം മുഴുവനും അവിടുത്തെ തോളിലുണ്ടല്ലോ. സകല ആധിപത്യത്തെയും തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിന്, അന്ധകാരങ്ങൾ തകർന്നു മാറേണ്ടതിന്, പോരുകൾ അഴിയേണ്ടതിന്, ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി വെളിപ്പെടുന്ന ദുഷ്ടന്റെ ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറേണ്ടതിന്, വചനത്തിന്റെ മർമ്മത്തിന് വിരുദ്ധമായി എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളും സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സർവ്വധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓ ഹാലലുയ, ബുദ്ധിയോട് പോരാടുന്ന, ഓ ഹാലലുയ, വചനത്തിന്റെ മർമ്മത്തെ കെട്ടിവെക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ പോരുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഓ ഇന്ന് രാത്രി നിന്റെ മക്കളാകെ നിങ്ങൾ ഒരുമിച്ച് നിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. സ്തോത്രം.
സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. എവിച്ചാ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുസാന്റി സുഖമായിരിക്കുന്നല്ലോ? സുഖമായി, പ്രൈസ് ലോർഡ്. തങ്കച്ചപ്പ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലായിടവും മഴയാണ്. ഓക്കെ. കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. എല്ലായിടവും കാലാവർഷത്തിൻ്റെ പ്രതികൂല കെടുതികളാൽ ജനങ്ങൾ എല്ലാവരും വലഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. നമുക്ക് ക്ലാസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ ദയവേത് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരുടെയും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓൺലൈൻ ആയതുകൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് വളരെ തുച്ഛമായ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. 3 ആഴ്ച നമ്മുടെ മുമ്പിൽ കടന്നുപോയത് ഒരു ഇടിയും മിന്നലും പോലെയാണ്. നമുക്ക് റോമാലേഖനമൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഒത്തിരി സമയം കിട്ടണം, പക്ഷേ നമുക്ക് സമയം കിട്ടുന്നില്ല. എങ്കിലും കാതലായ ചില ചിന്തകൾ പിന്നെ നിങ്ങളെ പഠിപ്പിക്കുവാനും അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് നിങ്ങളോട് പകർന്നു തരുവാനും ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗം ഓടിച്ചു നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുടെ ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വിഷയം, ഇല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഈ ലെക്ചറടിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്ക് പറയാനായിട്ട് പറ്റുമോ? ഞാനിനി അങ്ങനെയാണ് നിങ്ങളെ സംബോധന ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് നല്ല കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ നീതി ആവശ്യമായിരിക്കുന്ന മനുഷ്യജാതിയെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. വളരെ സരളമായ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചിന്തിച്ചു അപരിഷ്കൃത ജാതികളുടെ പാപം, അൺസിവിലൈസ്ഡ് ജെൻറ്റൈൽ സിൻസ് നമ്മൾ ചിന്തിച്ചു. 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ അവരുടെ പാപത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. എന്താണ് പാപം എന്ന വാക്കിന് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് പാപം എന്നെല്ലാം നമ്മൾ ചിന്തിച്ചതാണ്. ഇനി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓടിച്ചു പോകുന്നില്ല. ഹമാർഷി എന്ന വാക്കിൽ നിന്നാണ് പാപം എന്ന വാക്ക് ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. മൂലപദം അതാണ്. അതിൻ്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്കാണ്. ദൈവത്തെ ത്യജിക്കലാണ്, ദൈവത്തെ അപമാനിക്കലാണ്. പാപം മനഃപൂർവ്വ സ്വഭാവത്തോട് കൂടിയതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. പിന്നെ ദൈവത്തിൻ്റെ കോപം, ക്രോധം ഇവയെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ലാസ്റ്റ് നമ്മൾ എത്തിച്ചു നിർത്തിയത് 18-ാമത്തെ അധ്യായം മുതൽ 32 വരെ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നുള്ള ഭാഗം ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയുണ്ടായല്ലോ. അപ്പോൾ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോൾ പാപത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ ഒരു വശം വെളിപ്പെടുത്തുന്നത് എന്താണ്? മനുഷ്യജീവിതത്തിൽ വെളിപ്പെടുന്ന അനീതിയാണ്. പാപത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ ഒരു വശം. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. എങ്കിലും ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് ഓടിച്ചു പോവുകയാണ്. ഒരുവൻ പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ഡിവിൻ സ്വഭാവ ഗുണങ്ങളും അവൻ്റെ ശരീരത്തിൽ ഇല്ലാതെയാകുന്നു. അത് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം നമുക്ക് അവനിൽ കാണുവാൻ സാധിക്കുന്നു അവൻ പാപത്തിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ ദൈവത്തെ അറിയേണ്ടവർ ദൈവത്തെ അറിയാതെ വണ്ണം അവർ ദൈവിക സത്യം അവർ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാതെ പോകുമ്പോൾ അവർ അനീതിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്.
ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വേഴ്സ് 19 to 20, 19-20, വേഴ്സ് 19-20, റോമാലേഖനം 1-ാം അധ്യായം 19-20 ഓടിച്ചു പോകുന്നു. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവരെ വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളിൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. യഥാർത്ഥമായി നാം ഈ വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം ലോകത്തിന് കൊടുത്തതെന്നുള്ളത് നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു എന്ന് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ 19-ാം വാക്യം യഥാർത്ഥമായി ആരംഭിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ന വാക്കോടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും, അതുകൊണ്ട് അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായിരിക്കുന്നുവല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് ആ കാരണം? കേവലം അജ്ഞതയിലല്ല മനുഷ്യവർഗം ദൈവത്തെ പരിത്യജിച്ചത്, പ്രത്യുത അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ദൈവത്തെ പരിത്യജിക്കുവാനിടയെ തീർന്നു. അവർ ദൈവത്തെ പരിത്യജിച്ചത്, ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അവർ ത്യജിച്ചത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ദൈവത്തെ ത്യജിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവം തന്നെ കുറിച്ച് പരിജ്ഞാനം ലോകത്തിന് കൊടുത്തത്? എപ്പോൾ മുതലാണ്? അത് 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വായിച്ചു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ലോക സൃഷ്ടി മുതലും ലോക സൃഷ്ടിയിൽ കൂടെയും. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു വാക്യം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് കാണുന്ന ഒരു വാക്യം ഞാൻ എടുത്തു പറയുന്നത്, ഈ 20-ാമത്തെ വാക്യത്തിൽ ദിവ്യത്വം എന്നൊരു വാക്ക് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദിവ്യത്വം, ദ ഡിവിനിറ്റി, ദിവ്യത്വം. അപ്പോൾ ഈ ദിവ്യത്വം എന്നുള്ളൊരു വാക്ക് പുതിയ നിയമത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദിവ്യത്വം പുതിയ നിയമത്തിൽ ഒരു ഭാഗത്ത് മാത്രമേ ഈ വാക്യം വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുള്ളൂ. എന്താണ് ദിവ്യത്വം? ദ ഡിവിനിറ്റി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വം. അത് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത് അവന്റെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്നാൽ സൃഷ്ടിയിൽ കൂടെ ദൈവത്തെ അറിയുന്നതിന് ഒരു പരിധിയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ ദൈവത്തെ അറിയുന്നതിന് അനേകമായിട്ടുള്ള മീഡിയകളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ആണെങ്കിൽ സോഷ്യൽ മീഡിയകളുണ്ട്, യൂട്യൂബുകളുണ്ട്, അതുപോലെ അനേക പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ ഇവർ അത് അറിയുന്നതിന് ഒരു പരിമിതി ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ കൂടെയുള്ള അറിവ് അത് സമ്പൂർണതയുള്ളതാണ്.
അപ്പോൾ സൃഷ്ടിയിൽ കൂടിയുള്ള അറിവിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ കൂടിയുള്ള അറിവിന് അത് പൂർണ്ണതയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളിൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ജോൺ ചാപ്റ്റർ 1:18. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. Somebody can read. ഓക്കെ, കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വെളിപ്പെടൽ സമ്പൂർണമായി ഉണ്ടായിട്ടില്ല. സ്തോത്രം. യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിൽ സമ്പൂർണമായി വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഒരേ ഒരു ദൈവം. സൃഷ്ടിയിൽ കൂടെ അനേക ദൈവങ്ങൾ ഉൾത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അനേക മനുഷ്യ ദൈവങ്ങളെ. അവരെല്ലാവരും തന്നെ ഒരു പരിമിതി കഴിയുമ്പോൾ അവർ മരിച്ച് മൺമറഞ്ഞു പോവുകയാണ്. ഞാൻ പേരെടുത്ത് പറയണോ? നമുക്കറിയാം, എന്താണ്, സായി ബാബ. അതുപോലെ കുറേ ദൈവങ്ങളുണ്ട്. ഒരു ദൈവത്തെ മാത്രമേ ഞാൻ മരിച്ചു പോയത്, അല്ലാതെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് തന്നെ പറയാം, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. മാതാമൃത എന്നിവ ഇങ്ങനെ കുറേ ദൈവങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ തന്നെ മാൻമെയ്ഡ് ദൈവങ്ങളാണ്, മാൻമെയ്ഡ് ദൈവങ്ങൾ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് യഥാർത്ഥമായ ഒരേ ഒരു ദൈവം, പൂർണ്ണതയുള്ള ദൈവമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 21-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, റീഡ് വേഴ്സ് 21. ഞാൻ ഓടിച്ചു പോവുകയാണ്. 21. അതെ, റോമർ 1:21. കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നതിന്റെ കാരണങ്ങൾ നമുക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നതിന്റെ കാരണങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ കാരണം? ദൈവത്തെ അവർ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അവർ വിശ്വസിച്ചില്ല. അവർ സൃഷ്ടിയിൽ കൂടെ അറിയുവാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 21-ാം വാക്യത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. ഇവിടെ മുതൽ താഴത്തേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വലിയൊരു ആത്മീക മർമ്മം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടം മുതൽ ദൈവത്തെ ഉപേക്ഷിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ, അവൻ ഓരോ പടി സ്റ്റെപ്പായി അവൻ താഴത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഒന്നാമതായി നമുക്ക് കാണുന്നു, അവൻ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഒന്നാമത്തെ ചിന്ത, അവൻ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ അവൻ എന്തായി മാറി?
ദൈവത്തെ ഉപേക്ഷിച്ച മനുഷ്യൻ ഒന്നാമത് അവന്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്നത് ഭോഷത്വമാർത്ത ചിന്തകളിൽ അവരുടെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചു എന്നുള്ളതാണ്. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നതിന്റെ അർത്ഥം മനസാക്ഷിയാകുന്ന വിളക്ക് അവന്റെ ഹൃദയത്തിൽ നിന്നും കെട്ടുപോയി എന്നുള്ളതാണ്. അവന്റെ വിവേകമില്ലാത്ത ഹൃദയം എന്ന് പറയുന്നത് അവന്റെ ഹൃദയം ചിന്താശൂന്യമായി പോയി, അവന്റെ ഹൃദയം ബ്ലാങ്ക് ആയി പോയി എന്നുള്ളതാണ്. Praise the Lord. Verse 22, 22ാമത്തെ വാക്യം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ അവർ അനേക രൂപങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. സ്തോത്രം. അപ്പോൾ അവർ രണ്ടാമതായി ചെയ്തത് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയം എന്തായി? ഇരുണ്ടുപോയി. അവർ മൂഢന്മാരായി. സ്തോത്രം. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ചിന്ത നാം ഇവിടെ വായിച്ചല്ലോ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. യഥാർത്ഥമായി ദൈവത്തെ അവർ അനേകരിലൂടെ കേട്ടിട്ടുണ്ട്. ദൈവദാസനോടുള്ള പ്രസംഗങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തത്വം, ദൈവിക മർമ്മം എന്നുള്ളത് അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവൻ താഴത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓടിച്ചു വായിക്കുമെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് 1 മണിക്കൂർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സമയം വളരെ കുറവാണ്. Proverbs chapter 1 verse 7, സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പോൾ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നത് ആരാണ്? ഭോഷന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി കളഞ്ഞു. 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, സദൃശവാക്യങ്ങൾ 9-ന്റെ 10-ാമത്തെ വാക്യം. Proverbs chapter 9 verse 10. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. അപ്പോൾ പരിജ്ഞാനമുള്ള ഹൃദയം ഇരുണ്ടുപോയി, അവരുടെ വിവേകമുള്ള ഹൃദയം ഇരുണ്ടുപോയി, യഹോവ ഭക്തി ഇല്ലാതെയായി പോയി. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. 15-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. Proverbs chapter 15 verse 33, 15-ന്റെ 33. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. അപ്പോൾ അവർ ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, അവർ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. യഥാർത്ഥമായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ എന്ത് ചെയ്തു? ഒരു സൃഷ്ടിയിലൂടെ കാണുവാൻ അവർ ചിന്തിക്കുകയാണ്. അങ്ങനെ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ഞാൻ ഓടിച്ചു മുന്നോട്ട് പോകുന്നു. വേഴ്സ് 23, റോമാലേഖനം 1-ാം അധ്യായം അതിന് 23-ാമത്തെ വാക്യം. മതി. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളൊരു ദൈവിക മർമ്മം, ദൈവ തേജസ്, ആ തേജസ്സിനെ പകരമായിട്ട് ചില രൂപസാദൃശ്യങ്ങൾ അവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ വിഗ്രഹാരാധനയുടെ ഒരു സംഭവം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഒരു വിഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിനാണ്? അതിൽ ദൈവത്തിന്റെ തേജസ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് അവർ പ്രവേശിച്ചു പോവുകയാണ്. പക്ഷെ അവിടെ ഒന്നും
അവർക്കത് കിട്ടുവാനായിട്ട് സാധിക്കുന്നില്ല. അവർ താഴത്തേക്ക് തട്ടിലേക്ക് നീങ്ങി മാറുകയാണ്. അതിന് 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് എന്ത് ചെയ്തു? അശുദ്ധിയിലേൽപ്പിച്ചു. അടുത്ത ചിന്ത, 4-ാമത്തെ ചിന്ത, അതേ പടിപടിയായി താഴത്തോട്ട് ദൈവത്തെ വിട്ടുപോകുന്ന മനുഷ്യന്റെ അവസ്ഥ. 4-ാമത്തെ ചിന്ത, അവൻ അശുദ്ധിയിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അടുത്തത് 25-ാമത്തെ വാക്യം, വേഴ്സ് 25. 25-ാമത്തെ വാക്യം. ഓക്കെ, കണ്ടോ, ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ സത്യം എന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. യഥാർത്ഥമായി ദൈവമുണ്ട്. ആ ദൈവം ഉണ്ട് എന്നുള്ള വസ്തുതയെ അവർ എന്ത് ചെയ്തു? വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സ്തോത്രം. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ള വസ്തുതയെ അവർ വ്യാജമാക്കി മാറ്റിക്കളയുകയാണ്. ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനെ വിട്ടുപോകുന്ന വ്യക്തി അവന്റെ ജീവിതത്തിൽ അത് ദൈവം ഉണ്ട് എന്നുള്ളൊരു വസ്തുതയെ അവൻ വ്യാജമാക്കി കളയും. നിങ്ങൾക്കറിയാം, there are so called preachers. ഞാൻ ആരുടെയും പേരെടുത്ത് വിമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബൊക്കെ തുറക്കുന്ന ആളുകൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാലത്ത് ശക്തമായി കർത്താവിന് വേണ്ടി നിന്ന ദൈവദാസന്മാരൊക്കെ ഉണ്ട്. ഒന്ന് നമ്മുടെ പാസ്റ്റർ ഷീബു പീടികയിൽ, സജിത്ത് കണ്ണൂര്, ഇവരൊക്കെ ഇപ്പോൾ തന്നെ പ്രസംഗിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ ചങ്കിൽ കൈവച്ച് മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. അവരുടെയൊക്കെ പഴയ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഉണർവിന്റെ പ്രസംഗങ്ങളാണ്. എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്നും അവർ എന്ത് ചെയ്തു? വിട്ടുപോയി. പ്രിയമുള്ളവരെ, നാമും നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ ആ സന്നിധിയിൽ നിലനിന്ന് പോകുവാൻ, ദൈവം നമ്മളെ നിലനിർത്തുവാൻ നമുക്കും പ്രാർത്ഥിക്കാമല്ലോ. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം അവരെ എന്ത് ചെയ്തു? അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവത്തെ വിട്ടുപോകുന്ന മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത്? അവനെ അവമാന രാഗങ്ങളിൽ, അതെ, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമൻ. അതുകൊണ്ട് therefore ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി മാറ്റിക്കളഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അവമാന രാഗങ്ങളിൽ ദൈവം അവരെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തെ വിട്ടുപോകുന്നവന്റെ അവസ്ഥ, പിന്നെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് പോലും അറിയുകയില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദമാണ് നമ്മളിവിടെ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഏഴാമത്തെ ചിന്ത എഴുതിയിരിക്കുന്നു, അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചലിച്ച് ആണോട് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഈ 27-ാമത്തെ വാക്യം എന്താണ്? ഇത് ഉചിതമല്ലാത്തതാണ്. സ്തോത്രം. ഇന്ന് ഈ ലോകത്ത് കാണുന്നത്, നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, വിദേശ രാജ്യങ്ങളിൽ കാണുന്നത്, അതേ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഈ പാപ സ്വഭാവങ്ങൾ, ഇതെല്ലാം എന്താണ്? ഉചിതമല്ലാത്തതാണ്. ദൈവിക ചിന്തകൾക്ക് ചേരാത്തതാണ്. ദൈവ പ്രവർത്തിക്ക് ചേരാത്തതാണ്. ഇതൊന്നും ഒരു ദൈവ പൈതലിന് യോജ്യമായതല്ല, ഒരു സമൂഹത്തിൽ യോജ്യമായതല്ല. അതുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്തു? നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. സ്തോത്രം. നികൃഷ്ട ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട വസ്തു എന്നാണ്. എന്താണ്?
ഉപേക്ഷിക്കപ്പെട്ട വസ്തു. സ്തോത്രം. അപ്പോൾ ദൈവം ഉപേക്ഷിച്ചാൽ പിന്നെ അവൻ ആരായി മാറി? നികൃഷ്ടനായി മാറി. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിലനിന്നിട്ട്, ദൈവത്തിന് വേണ്ടി പോരാടിയിട്ട്, അതേ നാം ദൈവത്തിൽ നിന്ന്, അതേ ദൈവിക ഉപദേശങ്ങളിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മളെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി എന്തായി മാറുന്നു? ഉപേക്ഷിക്കപ്പെട്ട വസ്തുവായി മാറി. സ്തോത്രം. ഒരു ചോസൻ വെസലായിരുന്ന വ്യക്തി ഇവിടെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവൻ ആരായി മാറുന്നു? അതെ, ഒരു ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായി മാറുകയാണ്. സ്തോത്രം. അപ്പോൾ സാൻമാർഗികമായി കഴിയുന്ന ഒരു ബുദ്ധി അവന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ മനുഷ്യൻ ആദ്യം ദൈവത്തെ ഉപേക്ഷിച്ചു. അതിന്റെ ഫലമായി ദൈവം അവനെ ഉപേക്ഷിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഫലമായി മനുഷ്യന്റെ ബുദ്ധി സകല വിധമായ ബുദ്ധിക്കും വിപരീതമായി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ ഉപേക്ഷിക്കപ്പെട്ട വസ്തുവായി മാറി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ഒരു കാരണവശാലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാൻ പാടില്ല. സ്തോത്രം. ചാഹേ അമരെ ജീവന്മേ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, രോഗങ്ങൾ ഉണ്ടായേക്കാം, മരണങ്ങൾ ഉണ്ടായേക്കാം, കഷ്ടതകൾ കടന്നു വന്നേക്കാം, പട്ടിണികൾ കടന്നു വന്നേക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കഷ്ടതയോ മരണമോ പട്ടിണിയോ വാളോ മരണമോ ഇവയൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിരിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട സ്ട്രോങ്ങസ്റ്റ് ഡിസിഷൻ ഇതായിരിക്കണം. സ്തോത്രം. പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, നാം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വസ്തുവായി മാറുവാൻ ഇടയായി തീരരുത്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ പ്രവാചകനായ ശൗൽ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ദ ഹോളി അനോയിന്റിങ് വാസ് ലെഫ്റ്റ് ഫ്രം ഹിം. അതായത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ അഭിഷേകം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ ഗിൽബോവ പർവ്വതത്തിൽ ചെന്ന് ഒരു വാളിന്റെ വായ്ത്തലയ്ക്കിൽ അവൻ വീണ ചാവുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഒന്നും കൂടെ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഒരു കാരണവശാലും നാം പുറകോട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരരുത്. സ്തോത്രം. ഞാൻ ഓടിച്ചു പോവുകയാണ്. 29-ാമത്തെ വാക്യം, 29-ാം വാക്യം വായിക്കാട്ടെ. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ മതി മതി. ആ ആ അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ദൈവത്തോടും മറ്റുള്ളവരോടും തന്നോടുമുള്ള പാപങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ചില പ്രയോഗങ്ങൾ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിന്റെ 30-ാം വാക്യത്തിൽ അവർ സകല അനീതി. ഒന്നാമത്തെ ചിന്ത എന്താണ്? ചില പാപങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് അനീതി. അനീതി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ പാപങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പൊതുവാക്കിനെയാണ് അനീതി എന്ന് ഉദ്ദേശിക്കുന്നത്. അൺറൈച്ചസ്നെസ്. ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് പറയുന്നില്ല. അനീതി, അൺറൈച്ചസ്നെസ്. അതിന്റെ മലയാളം അർത്ഥം എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പൊതുവാക്കിനെ, അതായത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പൊതുവാക്കിന് നിഘണ്ടുവിൽ പറയുന്ന പേരാണ് എന്ത്? അനീതി എന്നുള്ളത്. രണ്ടാമത് ദുഷ്ടത. എന്താണ്? ദുഷ്ടത. ദുഷ്ടത എന്നുള്ളത് പിശാചിനെ പറ്റി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വഴക്കൊക്കെ ഇടാറ് ഇല്ലാത്തവരൊക്കെ വളരെ ചുരുക്കമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളെപ്പോലൊരു ദുഷ്ടൻ ഞാൻ ഈ ലോകത്തിൽ കണ്ടിട്ടില്ല പറയത്തില്ലേ? ഇല്ലേ, പറയത്തില്ലേ? അവിടെ ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും വളരെ ശാന്തമായി പറയും. എല്ലാവരും പറയുന്നതാണ്, എടി നിന്നെ പോലെ ദുഷ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇല്ലേ? അപ്പോൾ ഇനി അങ്ങനെയുള്ള വാക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പ്രയോഗിക്കരുത്. കാരണം ഈ ദുഷ്ടത എന്നുള്ളത് പിശാചിനെ പറ്റി ഉപയോഗിക്കുന്ന വാക്കാണ്. ഈവൻ ഒരു കളിവാക്കായി പോലും അങ്ങനെയുള്ളൊരു വാക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, പറയരുത്. സ്തോത്രം. അപ്പോൾ ദുഷ്ടത പിശാചിനെ പറ്റി അല്ലെങ്കിൽ പിശാചിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പിശാചിനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദുഷ്ടൻ, ദുഷ്ടാത്മസേന. അല്ലേ? നമ്മൾ പറയാറില്ലേ, നമ്മൾ വായിക്കുമ്പോൾ Ephesians chapter 6 verse 10, be strong in the Lord and the power of his might, put on the whole armor of God that you may be able to stand against the wiles of the devil. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ശക്തി പഠിപ്പിച്ച് അതിനോട് നിൽക്കാതൊക്കെ വേണം. അപ്പോൾ ദുഷ്ടാത്മസേന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. അടുത്തത് 3-ാമത്തെ വാക്യം. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഇതൊക്കെ വിവരിച്ച് പോയി കഴിഞ്ഞാൽ കുറെ സമയമെടുക്കും. എൻ്റെ വിഷയത്തിൽ തൊട്ട് മാത്രം ഞാൻ മുന്നോട്ട് പോവുകയാണ്. 3-ാമത്തെ ചിന്ത, അത്യാഗ്രഹം. എന്താണ് അത്യാഗ്രഹം? എന്താണ് അത്യാഗ്രഹം? ഇനിയും വേണമെന്നുള്ള ഒരു ആഗ്രഹം. അതിനെന്താണ് നോർമലി നമുക്ക് എന്ത് പറയാൻ പറ്റും? അത്യാഗ്രഹം എന്ന് പറയാൻ പറ്റും. അപ്പോൾ എത്ര കിട്ടിയാലും തികയാത്തതിന് എന്താന്ന് പറയുന്നത്? അത്യാഗ്രഹം. ഒരു സിമ്പിൾ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൾഫിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ UK ഉള്ള അച്ചായൻ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും UK പിന്നെ അവരൊക്കെ പോയിട്ട് നാട്ടിൽ വരുമ്പോൾ ഒരു മുട്ടായിയോ ഒരു സാരിയോ അങ്ങനെ എന്തെങ്കിലും, ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ ആയിട്ട് കൊടുത്തെന്ന് വെച്ചോ, എന്തെങ്കിലുമൊക്കെ ഒരു മൈന്യൂട്ട് കുറവ് അവിടെ ഇവർ പറഞ്ഞിരിക്കും. മനസ്സിലായോ? ഈവൻ ഇഫ് യു ആർ ഗിവിങ് ഒരു മണി ആയിക്കോട്ടെ, ഒരു പൈസ ആയിക്കോട്ടെ, എന്തെങ്കിലും മൈന്യൂട്ട് കാര്യം പറഞ്ഞു. നമുക്ക് ഒരു കാരണവശാലും ഒരാളെ ഒന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യ സഹജമാണ്. മനുഷ്യന് എത്ര കിട്ടിയാലും തികയില്ല. അവൻ കിട്ടുമ്പോൾ ചിരിച്ച് കാണിക്കുമെങ്കിൽ തന്നെ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പുറമേ നിന്നൊരു ഇല്ലാത്തവരും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, എങ്കിൽ തന്നെയും ഇതൊക്കെ ഒരു മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് അത്യാഗ്രഹം, നമ്മുടെ ജീവിതത്തിൽ അത്യാഗ്രഹം ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇനിയും വേണം, പൈസ വേണം, അല്ലെങ്കിൽ ഇനിയും പ്രോപ്പർട്ടി വേണം, അത് മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത്യാഗ്രഹം. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന ഒരു സ്വഭാവം, ഇതൊക്കെ എന്താണ്? അത്യാഗ്രഹത്തിൽ പെടുന്നതാണ്. മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന സ്വഭാവം. അടുത്തത് തനിക്ക് അവകാശമില്ലാത്ത വകകൾ സൂത്രം പ്രയോഗിച്ച് കൈക്കലാക്കുന്നതൊക്കെ എന്ത് പറയും? അത്യാഗ്രഹം എന്ന് പറയും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി കിട്ടണം. ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ അനുവാദമില്ലാതെ അതൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ അനുഭവം ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അടുത്തത് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അടുത്ത വിഷയം എന്താണ്? ദുർബുദ്ധി. എന്താണ് ദുർബുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഏത് വിധേനയും അവരെ കൈക്കലാക്കുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, ദുർബുദ്ധി. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ദുർബുദ്ധി നമ്മൾ കടന്നു വരുന്നത്, മറ്റുള്ളവരുടെ ഏത് വിഷയത്തിലും അല്ലെങ്കിൽ ഏത് വിധേനയെങ്കിലും അവരെ ഉപദ്രവിക്കുക എന്നുള്ളൊരു ആഗ്രഹം, അതിനെയാണ് ദുർബുദ്ധി എന്ന് പറയുന്നത്. ദുർബുദ്ധി. അടുത്തത് അസൂയയെ പറ്റി ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അസൂയ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഒരു ചെറിയ ഡെഫിനിഷൻ തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മേക്കാൾ വലിയവനായ ഒരാളോട് ആ ആളിൽ നിന്നും നാം വ്യത്യസ്തരാകൊണ്ട് ആ ആളിലുള്ള ഒരു നന്മ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ അസൂയ ഉണ്ടാകുന്നു. ആ മേന്മ എങ്ങനെയെങ്കിലും പ്രാപിക്കണം,
അത് എങ്ങനെയെങ്കിലും സാധ്യമാക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നാം ബാക്ക് സൈഡിലൂടെ, പുറകിലൂടെ പ്രവർത്തിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? അസൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവന് ഒരു നന്മ ഉണ്ടാകുമ്പോൾ അവൻ ഏത് വഴിയിലാണ് അത് ഉണ്ടായത് എന്ന് നമ്മൾ പുറകാലെ പോയി കണ്ടുപിടിച്ച് അവനെതിരെ പാരപണിയുന്ന പരിപാടിക്ക് എന്ത് പറയുന്നത്? അസൂയ എന്ന് പറയുന്നത്. അസൂയ അല്ലെങ്കിൽ പക എന്ന് പറയാം. അടുത്തത് 6, കൊല. കൊല. കൊല എന്ന വാക്കിന്റെ അർത്ഥം പിന്നെ നമ്മൾ കാണുന്ന വാഴക്കൊലയോ തേങ്ങാക്കൊലയോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊല എന്നുള്ളത് മർഡറാണ്. എന്താണ്? മർഡർ. ഈ വാക്യം വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു അസൂയ, കുല. അപ്പോൾ കൊല എന്നുള്ളത് മറ്റുള്ള കാര്യങ്ങളല്ല. എന്താണ്? മർഡറാണ്. ഈ വാക്ക് നാം വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. കുല. അപ്പോൾ നാം ഒരു കാരണവശാലും നമ്മുടെ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുവാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് കൊല്ലണമെങ്കിൽ അവനെ വാക്കത്തി കൊണ്ട് വെട്ടുമൊന്നും വേണ്ട. അല്ലെങ്കിൽ അവനെ പിന്നെ എന്താണ് വേറെ മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്യണം. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവനെ കൊല്ലാം. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന മൂർച്ചയേറിയ ചില പദങ്ങൾ ഉപയോഗിച്ച് അവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൊല്ലാം. ഈസിയായിട്ട് കൊല്ലാം. അപ്പോൾ അതാണ് കൊല. അടുത്തത് പിണക്കം. പിണക്കത്തിന് ഞാനൊരു പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നും തരണ്ട. പിണക്കം. അടുത്ത ചിന്ത പിണക്കം. പിണക്കം എന്താണെന്ന് അറിയാമല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഒരു ചെറിയ മൗനം പാലിക്കുന്നതിനാണ് പിണക്കം എന്നെങ്കിൽ അല്ലേ എന്ന് പറയുമെങ്കിൽ തന്നെയും ആജീവനാന്ത കാലത്തേക്ക് പിണങ്ങി മാറുകയാണ്. അതാണ് ഇന്ന് കണ്ടുവരുന്ന ലോകം. അപ്പോൾ പിണക്കം. അടുത്തത് കപടം. എന്താണ് കപടം? എന്താണ് കപടം? അതിൽ ചെറിയ സിമ്പിളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ അവരുടെ ചൂണ്ടയിൽ ഇന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ വീഡിയോ കണ്ടവരുണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഈ ഫിഷിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് മോഡൽ, സിന്തറ്റിക് മോഡൽ സാധനമുണ്ട്. അതങ്ങോട്ട് കാസ്റ്റ് ചെയ്തിട്ട് അവരിങ്ങനെ മെല്ലെ വലിക്കുമ്പോൾ ഇവിടെ അടിയിൽ കിടക്കുന്ന വലിയ മുഷിയോ അല്ലെങ്കിൽ വരാലോ വലിയ സ്രാവോ സാധനങ്ങളോ വിചാരിക്കുന്നത് ഏതോ ഒറിജിനൽ സാധനമാണ് പോകുന്നത്. കയ്യോടെ തന്നെ ഇവനെ പോയി എന്ത് ചെയ്യണം? അകത്താക്കണം. ഇവൻ പോയി അതിനെ അകത്താക്കും. ഇവൻ എന്ത് ചെയ്തു? അതിൽ കുടുങ്ങി നേരെ പൊക്കി പുറത്തോട്ട് വരിക. അതിനെയാണ് എന്ത് പറയുന്നത്? കപടമെന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അടുത്തത് ദുശീലം. നമുക്ക് ദുശീലം എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല ശീലങ്ങൾക്ക് എതിരായ ശീലങ്ങളെ എന്തു പറയാം? ദുശീലം എന്ന് പറയാം. അവ ഏതിനും തെറ്റായ അർത്ഥം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എന്ത്? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുശീലം എന്ന് പറയുന്നത്. ഏതിനും ഇപ്പോൾ നിങ്ങളൊരു അഭിപ്രായം വീട്ടിൽ പറയുകയാണ്. ഓക്കെ, ഒരു അഭിപ്രായം വീട്ടിൽ പറയുമ്പോൾ അമ്മമ്മ അല്ലെങ്കിൽ അച്ചായൻ അല്ലെങ്കിൽ പാസ്റ്റർ ഇവരെല്ലാം നല്ലൊരു മെൻറ്റാലിറ്റിയോടെയാണ് ഒരുപക്ഷെ ഇത് പറയുന്നത്. ഉടനെ എടുത്ത വായിൽ അതിന് തെറ്റായ അർത്ഥം കൊടുത്തതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എന്ത്? ദുശീലം. അടുത്തത് അടുത്തത് വരുന്നത് ദുശീലം കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങിയവർ. അടുത്ത് കുരുളക്കാർ. എന്താണ്? ആ വാക്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് കുരുളക്കാർ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം? നമ്മളെല്ലാവരും വളരെ എക്സ്പെർട്ടായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കുരുളക്കാർ. ഡേയ്സ്. യെസ്. ഈ വാക്കിന്റെ അർത്ഥം യഥാർത്ഥമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ പാമ്പിനെയൊക്കെ മയക്കുന്നവർ പുറപ്പെടുവിക്കുന്ന ഒരു മാന്ത്രിക ശബ്ദമുണ്ട്. മനസ്സിലായോ? ഈ പാമ്പിനെ ചില ഈ തന്ത്രിമാരൊക്കെ ഈ കോഴിൽ വെച്ച് ഇങ്ങനെ മയക്കുമ്പോൾ ഈ പാമ്പ് വന്നിങ്ങനെ ആടുന്നത് കാണാം. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥമായി പറയുകയാണെങ്കിൽ കുരുള എന്ന് പറയുന്നത് കള്ളം പറയുക അല്ലെങ്കിൽ ദൂഷണം പറയുന്നവർ എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം. രഹസ്യമായി ഒരു ദൂഷണം പറയുന്നവർ. എന്താണ്? നമുക്ക് ആരോട് പറയരുത് കേട്ടോ, ഞാനൊരു കാര്യം പറയാം, ഇല്ലേ? പറയാറില്ലേ? ആരോടും പറയരുത്.
രണ്ട് പറഞ്ഞ് ഇങ്ങോട്ട് തീർന്നില്ല, അതിനും വിട്ട് അപ്പുറത്ത് പോയി ഈ സംഭവം. 100% ഉറപ്പാണ്. അത് ആരോടും പറയരുത് എന്ന് കാര്യം ഞാൻ നിന്നോട് പറയുകയാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു, അപ്പുറത്തെ വ്യക്തി അറിയുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, എന്താണ്? രഹസ്യമായി ദൂഷണം പറയുന്നവർ. അടുത്തത് ഏഷണിക്കാർ. എന്താണ് ഏഷണിക്കാർ? ഏഷണി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെയ്സി സിസ്റ്റർ പറഞ്ഞോട്ടെ. ഇവിടുത്തെ പറഞ്ഞോ, ആരാലും. കറക്റ്റാണ്. ഏഷണി എന്ന് ഉദ്ദേശിക്കുന്നത് ദൂഷണമാണ്, പരസ്യമായി ദൂഷണം പറയുന്നവർ. അപ്പൊ അതിന്റെ ഒന്നും കൂടെ നമ്മൾ നേരത്തെ കേട്ടു കുർല എന്നുള്ളത് കേട്ടു, രഹസ്യമായ ദൂഷണമാണ്. ഇവിടെ ഏഷണി എന്നുള്ളത് എന്താണ്? പരസ്യമായി ദൂഷണം പറയുകയാണ്. ഇപ്പോൾ നമ്മളെ പറ്റി അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ പരസ്യമായി മറ്റുള്ളവരോട് പറയുന്ന ഒരു സംഭവം, പരസ്യ സ്ഥലത്ത് വെച്ച് പറയുന്നതിനെ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഷണി എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഒരുവൻ മറ്റൊരുവനെ കുറിച്ച് ഏഷണി പറയുന്നതിന്റെ അടിസ്ഥാനം അവന്റെ ജീവിതം ഇവന്റെ ജീവിതത്തെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നതാണ്. നാം ഒരുവനെ കുറിച്ച് ഏഷണി പറയുമ്പോൾ പ്രിയ സഹോദര സഹോദരി, പ്രിയ കുഞ്ഞ്, നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നാം പറയുന്നത് നമുക്ക് തന്നെ തിരിച്ചു കുത്തും. സ്തോത്രം. അതുകൊണ്ട് ഏഷണി ഈ മുകളിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും, ഏഷണി മാത്രമല്ല ഒരു കാര്യങ്ങളും നാം ചെയ്യാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അടുത്തത് 12 നമ്മൾ ചിന്തിക്കുന്നു ദൈവദോഷികൾ. എന്താണ്? ദൈവദോഷികൾ. 13 ചിന്തിക്കുന്നത് നിഷ്ഠൂരന്മാർ. നിഷ്ഠൂരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ നിന്ദിച്ച് രസിക്കുന്നവരാരോ അവരാണ് നിഷ്ഠൂരന്മാർ. മറ്റുള്ളവരെ നിന്ദിച്ച് രസിക്കുന്നവർ ആരാണോ അവരാണ് നിഷ്ഠൂരന്മാർ. അടുത്തത് ഗർവിഷ്ഠന്മാർ. എന്താണ്? ഗർവിഷ്ഠന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോട് അഹങ്കാരമായി പെരുമാറുവാൻ കഴിയുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വിളിക്കാം ഗർവിഷ്ഠന്മാർ. എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഞാൻ എന്ന ഭാവം. അത് പിന്നെ ഞാൻ ഇന്ന കുടുംബത്തിലെ ഇന്നാരുടെ മകൻ, അല്ലെങ്കിൽ എൻ്റെ ഇന്നയാള് SP ഉണ്ട്, ഹൈക്കോടതി വക്കീലുണ്ട്, പിന്നെ ഡോക്ടറുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ സീനിയർ സെൻട്രൽ പാസ്റ്ററാണ്, ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്, ഇങ്ങനെയൊക്കെ തന്നെത്താനെ പൊക്കി പറയുന്നവർ, അതിനെയാണ് എന്താണ് ഗർവിഷ്ഠന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആത്മപ്രശംസക്കാർ. എന്താണ്? ആത്മപ്രശംസക്കാർ. ആത്മാവിനെ സ്വയമായി പ്രശംസിക്കുന്നവർ. അടുത്തത് 16 ചിന്ത പുതുദോഷം സങ്കല്പിക്കുന്നവർ. പുതുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ദോഷങ്ങൾ കണ്ടുപിടിക്കുന്നവർ ആരോ അവരാണ് പുതുദോഷം സങ്കല്പിക്കുന്നവർ. പുതിയ ദോഷങ്ങൾ നിങ്ങൾക്കറിയാം. അതായത് 1-ാം തീയതി രാവിലെ ഒരാൾ വീട്ടിൽ പോയിട്ട് പൈസ മേടിക്കാൻ പാടില്ല. ചിലരൊക്കെ പഠിപ്പിക്കുന്ന ചില ചിന്തകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. 1-ാം തീയതി രാവിലെ അല്ലെങ്കിൽ ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ആ പുതിയ വർഷത്തിൽ 1-ാം തീയതി രാവിലെ ആരും വീട്ടിൽ പോകരുത്, അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല, ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിനെയാണ് ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഉദ്ധരിച്ച ഒരു വാക്യം ഞാൻ നിങ്ങൾക്കൊന്ന് തന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ ഇന്ന് ഇവിടെ തീർക്കണം. വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഗലാഷ്യൻസ് ചാപ്റ്റർ 4:10. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ചിന്തിക്കുന്നു, ഭയപ്പെടുന്നു.
അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് എന്തായി പോയി? വെറുതെയായി. പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് ദിവസങ്ങളില്ല, അവന് മാസങ്ങളില്ല, അവന് കാലങ്ങളില്ല. അവന് 1-ാം തീയതി എന്നോ 2-ാം തീയതി എന്നോ 3-ാം തീയതി എന്നോ വെള്ളിയെന്നോ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ജാതികൾ ആചരിക്കുന്ന സംഭവങ്ങളൊന്നും അവന്റെ മുമ്പിലില്ല. സ്തോത്രം. അപ്പോൾ പുതുതായി സങ്കല്പിക്കുന്ന ദോഷങ്ങളെയാണ് പുതുദോഷം എന്ന് പറയുന്നത്. അടുത്തത് 17ാമത്തെ ചിന്ത, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. എന്താണ് 17ാമത്തെ ചിന്ത? മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. അപ്പോൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, അത് ഞാൻ പ്രത്യേകിച്ച് അതിനൊരു ഡെഫിനിഷൻ തരണ്ടല്ലോ. അമ്മയപ്പന്മാരില്ലാത്ത നമ്മൾ ആരും ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയപ്പന്മാർ പറയുന്ന ഉപദേശങ്ങളെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ അതും പാപമായി ഇവിടെ ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുന്നു. 18ാം വാക്യത്തിൽ 18ാമത്തെ ചിന്ത, ബുദ്ധിഹീനർ. ബുദ്ധിഹീനർ എന്ന് ഉദ്ദേശിക്കുന്നത് സന്മാർഗികവും ആത്മീയമായതിനെ അവർ എന്ത് മാറ്റുന്നു? ഇല്ലാതെയാക്കി കളയുന്നു. അതിനെ ബുദ്ധിഹീനർ എന്ന് പറയാം. ബുദ്ധിഹീനർ, സന്മാർഗികമായത്, ആത്മീയമായത് അതിനെ ഇല്ലാതെയാക്കി മാറ്റുന്ന ഒരു കൂട്ടം ജനമാണ് അവരാണ് യഥാർത്ഥമായി ബുദ്ധിഹീനർ. അല്ലാണ്ട് നമ്മൾ കാണുന്ന ഈ ലോകത്ത് പഠനത്തിൽ ബുദ്ധിയില്ലാത്തവനെ അല്ല, അത് ലോകം വിളിക്കുന്നതാണ് ബുദ്ധിഹീനർ എന്ന്. പക്ഷെ ഇവിടെ സന്മാർഗികവും ആത്മീയവുമായ ചിന്തകളെ, ആത്മീയവുമായ ഇതിനെ ഇല്ലാതെയാക്കി മാറ്റുന്ന ഒരു കൂട്ടം ആളുകളെ അവരെ ബുദ്ധിഹീനർ എന്ന് പറയാം. ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരെ ബുദ്ധിഹീനർ എന്ന് വിശേഷിപ്പിക്കാം. ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരെ ബുദ്ധിഹീനർ എന്ന് വിശേഷിപ്പിക്കാം. അടുത്തത് 19ാമത്തെ ചിന്ത പറയുന്നത് നിയമലംഘികൾ. എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ. നിയമലംഘികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിയമലംഘികൾ? വാക്ക് പാലിക്കാത്തവർ. അതിന് അനേക ഡെഫിനിഷനുകളുണ്ട്. വാക്ക് പാലിക്കാത്തവർ, കർത്താവിൻ്റെ വചനത്തെ പാലിക്കാത്തവർ, അങ്ങനെ മുന്നോട്ട് കടക്കുകയാണ്. ഞാൻ ഓടിച്ചു പോവുകയാണ്. അടുത്തത് വാത്സല്യമില്ലാത്തവർ. വാത്സല്യമില്ലാത്തവർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വാഭാവിക സ്നേഹമില്ലാത്ത ആളുകളെയാണ് വാത്സല്യമില്ലാത്തവർ എന്ന് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി സ്നേഹമില്ലാത്ത ആളുകളെ വാത്സല്യമില്ലാത്തവർ എന്ന് ഉദ്ദേശിക്കുന്നു. അടുത്തത് കനിവറ്റവർ. എന്താണ് കനിവറ്റവർ എന്ന് ഉദ്ദേശിക്കുന്നത്? കനിവ്, ഒരിറ്റ് കനിവ്, ദയ ഇല്ലാത്ത ആളുകൾ, അവരെയാണ് കനിവറ്റവർ എന്ന് ഉദ്ദേശിക്കുന്നത്. 21. അടുത്ത 22ാമത്തെ ചിന്ത, അതിൻ്റെ 32ാമത്തെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ആരാണ്? മരണയോഗ്യർ. പ്രൈസ് ദി ലോർഡ്. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. സ്തോത്രം. മരണരോഗ്യർ എന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെ പ്രസാദിക്കുന്നവർ. സ്തോത്രം. അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങളാണ് നാം ഇവിടെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഈ ലിസ്റ്റിൽ പെടുന്ന ഒരു കൂട്ടം ആളുകളായിട്ടല്ല. നാം നയിക്കുന്ന, നാം വചനം പഠിപ്പിക്കുന്ന, നാം ജീവിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ ഇതിൽ പെടുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും സത്യവചനത്തിലേക്ക്, നിത്യവചനത്തിലേക്ക്, രക്ഷയുടെ വചനത്തിലേക്ക്, ക്രിസ്തുവിങ്കിലേക്ക് അത് ആനയിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിന്റെയും ഒരു ദൗത്യം ഈ ഭൂമിയിൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. നാം ജീവിച്ചാൽ 70 ഏറെയായാൽ 80 മാത്രമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആയുഷ്കാലം വളരെ പരിമിതമാണ്. ഈ ലോകം പാപത്തിന്റെ കെടുതിയിൽ കിടക്കുകയാണ്.
ഈ ജനം പാപത്തിന്റെ കെടുതിയിൽ കിടക്കുകയാണ്. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി മൈറ്റ് പ്രീച്ച് ദ ഗോസ്പൽ, ദാറ്റ് വി മൈറ്റ് പ്രൊപ്പഗേറ്റ് ദ ഗോസ്പൽ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നാം ഇങ്ങനെയുള്ള ജനങ്ങളെ, അതേ പാപത്തിലായിരിക്കുന്നവരെ അതിൽ നിന്ന് കരയേറ്റിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് അധ്യായം 2 നമ്മൾ പ്രവേശിക്കുകയാണ്. അധ്യായം 2 നമ്മൾ പ്രവേശിക്കുന്നു. അധ്യായം 2. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചത് ദൈവത്തെ വിട്ടുപോകുന്ന മനുഷ്യൻ ചെന്നു ചേരുന്ന പാപത്തിന്റെ അവസ്ഥകളെയാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിന്റെ ഹെഡിങ് അതായത് ദൈവത്തിൽ നിന്നും അകന്നു മാറുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളാണ്. 22 പാപങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. എത്രയാണ്? ഇവിടെയുള്ള 22 പാപ സ്വഭാവങ്ങളെയാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന 22 പാപ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചു. അതിന് മുന്നോടിയായി നമ്മൾ ഒരു 3-4 കാര്യങ്ങൾ ചിന്തിച്ചായിരുന്നു. അതിന് മുന്നോടിയായി ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു 3-5 കാര്യങ്ങൾ. അതായത് ആ ദൈവത്തെ ഉപേക്ഷിച്ച മനുഷ്യൻ പടിപടിയായി താഴോട്ടിറങ്ങിപ്പോകുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച മനുഷ്യൻ പടിപടിയായി താഴോട്ടിറങ്ങിപ്പോകുന്നു. അവൻ എങ്ങനെയാണ് താഴോട്ടിറങ്ങിപ്പോകുന്നത്? താഴോട്ടിറങ്ങിയതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവൻ താഴത്തേക്ക് വരികയാണ്. എങ്ങനെയാണ്? നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു, വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ എന്ത് ചെയ്തു? പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ അവർ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെന്ത് ചെയ്തു? അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ നികൃഷ്ട ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം ഉപേക്ഷിക്കപ്പെട്ട വസ്തു എന്നുള്ളതാണ്. എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട വസ്തു. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ആത്മീയ ഇതിന്റെ ഒരു എന്താണ് സ്പിരിച്വൽ ആപ്ലിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ഒരു വ്യക്തി പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോയി അവൻ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഉപേക്ഷിക്കപ്പെട്ട വസ്തു മാത്രമാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് അവൻ മുൻപ് ആരായിരുന്നു? അഭിഷിക്തനായിരുന്നു. ശരിയാണ്, അവൻ മുൻപ് ആരായിരുന്നു? അതിന് എക്സാമ്പിളാണ് നമ്മൾ ശൗലിന്റെ കാര്യം പഠിച്ചു. ശൗൽ ആരായിരുന്നു? അവൻ അഭിഷിക്തനായിരുന്നു, അല്ലേ? ദൈവത്താൽ നിയോഗിതനായിരുന്നു. പക്ഷേ അവൻ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ വെറും ഒരു വസ്തുവായി മാറി. സോ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ നിന്നും ചലിക്കപ്പെട്ടാൽ നാം ഒരു വസ്തു മാത്രമാണ്, ഉപേക്ഷിക്കപ്പെട്ട വസ്തു മാത്രമാണ്. അപ്പോൾ നമ്മൾ 22 പാപങ്ങളെ പറ്റിയാണ്, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന 22 പാപങ്ങളെ പറ്റിയാണ് നാം നേരത്തെ ചിന്തിച്ചത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ പറഞ്ഞാട്ടെ, ജോർജ് ഭാഷ പറഞ്ഞാട്ടെ. അതെ അതെ അതിനെപ്പറ്റി
അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് നിങ്ങൾ തന്നെ ചിന്തിച്ചോളുക. അപ്പോ ഈ പ്രായമായ, പിന്നെ നിങ്ങളൊക്കെ വലിയ വലിയ സീനിയറായ പാസ്റ്റർമാരാണ്, ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഉത്തരം. അത് പ്രകാരം നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ നീക്കാമല്ലോ. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വന്നൊരു വാക്യം പരിശുദ്ധാത്മാവിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചതാണ്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ജനിച്ചു വളർന്ന ചർച്ചിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ചില സഭകളൊക്കെ, ചില പാസ്റ്റർമാരൊക്കെ ഈ ഈ എന്താണ് ഈ ഇപ്പോൾ ജോർജ് പാസ്റ്റർ പറഞ്ഞ പോലെ ഈ 12 മണി കഴിയുമ്പോൾ ഒരു വലത്തുകാല് വെച്ചിട്ട് ഈ പുതിയ വർഷത്തെ സ്വീകരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ അവരവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്താണെന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഇവിടെ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ ഒരു ബൈബിൾ ക്ലാസ് ആണല്ലോ. അപ്പോൾ നമ്മളതൊന്നും പറഞ്ഞ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ വാക്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിച്ച് ദൈവവചന പ്രകാരം നിങ്ങൾ തന്നെ ചെയ്തുകൊള്ളുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോൾ സമയം 41. രണ്ടാമത്തെ അധ്യായം ചാപ്റ്റർ 2ലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? അപരിഷ്കൃത ജാതികളുടെ എന്തായിരുന്നു? പാപത്തെ പറ്റിയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അധ്യായം 2ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരിഷ്കൃത ജാതികളുടെ പാപവും ദൈവിക ന്യായവിധിയുടെ പ്രമാണത്തെ പറ്റിയുമാണ് അധ്യായം 2 വിവരിക്കുന്നത്. പരിഷ്കൃത ജാതികളുടെ പാപവും ദൈവിക ന്യായവിധിയുടെ പ്രമാണത്തെ പറ്റിയാണ് അധ്യായം 2 ചിന്തിക്കുന്നത്. അപ്പോൾ സിവിലൈസ്ഡും അൺസിവിലൈസ്ഡ് പീപ്പിൾ ആൻഡ് അൺസിവിലൈസ്ഡ് പീപ്പിൾ, പരിഷ്കൃത ജാതി, അപരിഷ്കൃത ജാതി. ഓക്കെ. എന്താണ് പരിഷ്കൃത ജാതിയുടെ പാപം? എന്താണ് പരിഷ്കൃത ജാതിയുടെ പാപം? പറഞ്ഞോട്ടെ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അടുത്ത് സൂസാൻറ്റി പറഞ്ഞോട്ടെ. കേൾക്കുന്നില്ല. മഞ്ജു ആൻറ്റി പറഞ്ഞോട്ടെ. എന്താണ് പരിഷ്കൃത ജാതികളുടെ പാപം? ഒന്നാമത്തെ വാക്യം വായിച്ചോട്ടെ. ഒന്നാമത്തെ വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം. കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ എന്ത് ചെയ്യുന്നല്ലോ? പ്രവർത്തിക്കുന്നുവല്ലോ. അപ്പോൾ എന്താണ് പരിഷ്കൃത ജാതികളുടെ പാപം? ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളുടെ പാപം, സിവിലൈസ്ഡ് ജെന്റൈൽസ്, അവർ എന്ത് ചെയ്യുന്നു? അന്യനെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അന്യനെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൽ ന്യായവിധിയുടെ ഇക്കാല സ്വഭാവങ്ങളും 2-ാം അധ്യായത്തിൽ വരുംകാല സ്വഭാവത്തെ പറ്റി നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ ന്യായവിധിയുടെ ചില പ്രമാണങ്ങളെ പറ്റി നാം പഠിക്കാനായിട്ട് പോകുന്നു. ന്യായവിധി 1-ാം വേഴ്സ് 2,
റോമാലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ എന്താണ് ഒന്നാമത്തെ വിധി? ഒന്നാമത്തെ ന്യായവിധിയുടെ ഒന്നാമത്തെ പ്രമാണം സത്യാനുസരണമായുള്ള വിധി. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം എന്താണ്? ന്യായപ്രമാണം. ദൈവം ന്യായവിധിയുടെ ഒന്നാമത്തെ പ്രമാണം സത്യാനുസരണമായി ഉള്ള ഒരു വിധി ദൈവം ഇവിടെ നടപ്പാക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. താഴത്തേക്ക് വായിക്കുമ്പോൾ അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നീ നനയ്ക്കുന്നുവോ? സ്തോത്രം. അപ്പോൾ നനയ്ക്കുന്നുവോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉച്ചരിക്കുന്നത്. അതിൻ്റെ 4-ാം വാക്യത്തിൽ അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പോൾ 5-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള 2-ാമത്തെ വിധി നമുക്ക് കാണുന്നു. ഒന്നാമത്തെ വിധി നമ്മൾ കണ്ടു, എന്താണ്? സത്യസംബന്ധമായി സത്യാനുസരണമായുള്ള വിധിയാണ് ഒന്നാമത്തെ വിധി ഇവിടെ പ്രമാണം. 2-ാമത്തെ വിധിയുടെ പ്രമാണം ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്താണ് 5-ാമത്തെ വാക്യത്തിൽ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അപ്പോൾ നീതിയുള്ള വിധി. അപ്പൊ 2-ാമത്തെ വിധിയുടെ പ്രമാണം എന്താണ്? നീതിയുള്ള വിധിയുടെ പ്രമാണമാണ്. ഞാൻ ഒന്നും കൂടെ ഈ ഭാഗം നിങ്ങൾക്ക് വിവരിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് പരിഷ്കൃത ജാതിയുടെ പാപം? അന്യനെ വിധിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനമാണ് പരിഷ്കൃത ജാതി. അതാണ് അവർ ചെയ്യുന്ന പാപം. അന്യനെ വിധിക്കുക, അത് തന്നെ അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവിക ന്യായവിധി വെളിപ്പെടും. അതിലെ ഒന്നാമത്തെ ന്യായവിധിയാണ് നാം പഠിച്ചത്, സത്യാനുസരണമായുള്ള വിധിയാണത്. 2-ാമത്തെ ന്യായവിധിയാണ് അതിൻ്റെ 5-ാം വാക്യത്തിൽ പഠിച്ചത്, നീതിയുള്ള വിധി. സ്തോത്രം. നീതിയുള്ള വിധി. എന്നാൽ നിന്റെ കാഠിന്യത്തിലും അനുതാപമില്ലാത്ത ഹൃദയത്തിലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ശരദിച്ചു വെക്കുന്നു. ഇതിന്റെ ഒരു ബ്രീഫ് ഡെഫിനിഷൻ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. പുറകാലെ എടുക്കാം. 3-ാമത്തെ ചിന്ത അതിന്റെ 6-ാമത്തെ വാക്യം. കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. സ്തോത്രം. അപ്പോൾ നാം ചെയ്യുന്ന നമ്മുടെ പ്രവർത്തിക്ക് തക്കവണ്ണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രവാസകാലത്തിൽ, ഈ മരുഭൂമി യാത്രയിൽ, വി ആർ ഇൻ ദ വിൽഡർനെസ് ജേണി, നാം ഒരു മരുഭൂമി യാത്രയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് നാം സഞ്ചരിക്കുന്നത്? നമ്മുടെ യാത്ര സ്വർഗീയ കനാനിലേക്കാണ്. ഈ യാത്രയിൽ നാം നമ്മെ തന്നെ വളരെ ശോധനയോടെ, വളരെ വിറയിലോടെ, വളരെ
അത് പക്വതയോടുകൂടെ വേണം നാം യാത്ര ചെയ്യുവാൻ. നമുക്ക് അന്യനെ വിധിക്കുവാനായിട്ട് യോഗ്യതയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അതിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അത് അവനവൻ ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പൊ 3-ാമത്തെ വിധി നാം വായിച്ചു, പ്രവർത്തിക്കുന്നവർക്ക് തക്കവണ്ണമുള്ള ഒരു വിധി. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള വിധി. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള വിധി. 4-ാമത്തെ വിധി ഇവിടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 11-ാമത്തെ വാക്യം. സ്തോത്രം. ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ല. അപ്പം ദൈവം വിധിക്കുമ്പോൾ മുഖപക്ഷമില്ലാതെ വിധിക്കും. അപ്പം നാം ആരെയെങ്കിലും വിധിക്കുവാനായിട്ട് നിശ്ചയിക്കുന്നുവെങ്കിൽ, നാം ഒരു വിധി നിർണയം ഇടുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. നാം ഏതു അളവുകോലിനാൽ ഒരു വ്യക്തിയെ വിധിക്കുന്നുവോ അതേ അളവുകോലിനാൽ നീയും വിധിക്കപ്പെടുമെന്നുള്ള ഒരു ഭയം നിന്റെ അകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കണം. സ്തോത്രം. നാം അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. നാം അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.